2018 പ്രളയകാലം എല്ലാവർക്കും ഓർമ്മയില്ലേ? അന്ന് നമ്മൾ വലിയ പ്രയാസത്തിലായിരുന്നു. ഭക്ഷണത്തിനും താമസത്തിനൊക്കെ കേരളത്തിലെ മനുഷ്യർ വല്ലാണ്ട് ബുദ്ധിമുട്ടി. നമ്മുടെ കൃഷി നശിച്ചു, റോഡുകളൊക്കെ തകർന്നു പോയി, അങ്ങനെ ആകെ കുഴപ്പം. ഈ സമയത്ത് കേരളത്തിനെ സഹായിക്കാം എന്ന് പറഞ്ഞ് UAE രംഗത്ത് വന്നു. 700 കോടി രൂപ തരാം എന്നാണ് അവര് പറഞ്ഞത്. പക്ഷേ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞു, ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾ അതിന് അനുമതി തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുമായിരുന്ന 700 കോടി രൂപ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇതിനനുസരിച്ച് സഹായം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയോ? ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ വന്ന്, അതായത് പല സേനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വന്ന് നമ്മുടെ ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയതിനും അരി തന്നതിനുമൊക്കെ കേന്ദ്രം വലിയ തുക വേണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിന് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാവുക? കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, മഹാരാഷ്ട്രയിൽ BJP സർക്കാരാണ് എന്നുള്ളതാണ്. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ സംസ്ഥാനം ഭരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകില്ല എന്നാണോ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്രം കേരളത്തോട് കാണിച്ചത് കനത്ത അനീതിയാണ്, വിവേചനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം വിവേചനങ്ങൾക്കെതിരെ അതിശക്തിയായ ഭാഷയിൽ വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്.